ഒരു ചെറിയ ഇന്ത്യൻ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തിരക്കേറിയ വിപണിക്കും പഴയ ക്ഷേത്രത്തിനുമിടയിൽ ഒരു പഴയ 2 നില വീട് നിന്നിരുന്നു. ചുവരുകൾക്ക് പഴക്കത്തിന്റെ മഞ്ഞ നിറവും മുറ്റത്ത് ഒരു വലിയ അരയാൽ മരവുമുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് 16 വയസ്സുകാരി മീനാക്ഷി അല്ലെങ്കിൽ മീനു എന്ന കൗമാരക്കാരിയായിരുന്നു. മീനുവിന്റെ അമ്മ ഒരു സ്കൂൾ അധ്യാപികയും അച്ഛൻ ഒരു ചെറിയ കടയുടെ ഉടമയുമായിരുന്നു. പക്ഷേ മീനുവിന് അവരോട് ഒരു അകൽച്ച തോന്നിയിരുന്നു. 2 വർഷം മുമ്പ് അവളുടെ മുത്തശ്ശി, അവളോട് ഏറ്റവും അടുപ്പമുള്ള ആൾ, മരിച്ചുപോയിരുന്നു. ആ നഷ്ടം മീനുവിനെ ഒറ്റപ്പെടുത്തി. അവൾ സ്കൂളിൽ നിശബ്ദയായി, സുഹൃത്തുക്കൾ കുറവായിരുന്നു. അവളുടെ ഏക സന്തോഷം മുത്തശ്ശിയുടെ പഴയ പൂച്ചയായ മിന്നിയായിരുന്നു. ഒരു കറുപ്പും വെളുപ്പും നിറമുള്ള പൂച്ച, തിളങ്ങുന്ന പച്ച കണ്ണുകളും അസാധാരണമായ ബുദ്ധിയുമുള്ളവൾ. മിന്നി മീനുവിന്റെ നിഴലായിരുന്നു. രാത്രിയിൽ മീനു പഠിക്കുമ്പോൾ മിന്നി അവളുടെ മേശപ്പുറത്ത് കയറി പുസ്തകത്തിനു മുകളിൽ വാലിട്ട് വീശി. ചിലപ്പോൾ മിന്നി മീനുവിന്റെ മടിയിൽ കിടന്ന് അവൾ മുത്തശ്ശിയെ ഓർത്ത് കരയുമ്പോൾ മൃദുവായി മുരളും. "നിനക്ക് മുത്തശ്ശിയെ ഓർമ്മയുണ്ടോ മിന്നി?" മീനു മന്ത്രിക്കും. മിന്നിയുടെ കണ്ണുകൾ അപ്പോൾ ഒരു രഹസ്യം മറച്ചുവെക്കുന്നത് പോലെ തോന്നും. ഒരു ദിവസം മീനു മിന്നിയെ ശ്രദ്ധിച്ചപ്പോൾ അവൾ വീടിന്റെ മുകളിലെ നിലയിലെ പഴയ മുറിയിലേക്ക്, മുത്തശ്ശിയുടെ മുറിയിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് കണ്ടു. ആ മുറി മുത്തശ്ശി മരിച്ച ശേഷം ആരും ഉപയോഗിക്കാത്ത പൊടി പിടിച്ച് കിടന്നിരുന്നു. മിന്നി മുറിയിലെ ഒരു പഴയ മരത്തിന്റെ അലമാരയ്ക്ക് സമീപമിരുന്നു തറയിൽ പതുക്കെ കാൽ കൊണ്ട് തട്ടി എന്തോ അന്വേഷിക്കുന്നതുപോലെ മീനുവിന് കൗതുകം തോന്നി. "നിനക്കെന്താണ് മിന്നി?" അവൾ ചോദിച്ചു. മിന്നി മുരണ്ട് അലമാരയുടെ അടിയിലേക്ക് നോക്കി. മീനു അലമാര തുറന്നു. പക്ഷേ അതിൽ പഴയ തുണികളും കുറച്ച് പുസ്തകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മിന്നി വീണ്ടും മുരണ്ട് തറയിൽ കാൽ തട്ടി. മീനു തറയിൽ തൊട്ടപ്പോൾ ഒരു മരപ്പലക അനങ്ങുന്നതായി തോന്നി. അവൾ ശ്രദ്ധിച്ച് പലക ഉയർത്തി. അതിനടിയിൽ ഒരു ചെറിയ ഇരുമ്പ് പെട്ടി കണ്ടു. പെട്ടിക്ക് പഴയതും തുരുമ്പിച്ച പൂട്ടുമുണ്ടായിരുന്നു. മീനുവിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഇത് മുത്തശ്ശി ഒളിപ്പിച്ചതാണോ? മിന്നി അവളുടെ കാലിൽ തല ഉരസി, ഒരു പ്രോത്സാഹനം നൽകുന്നതുപോലെ. മീനു പെട്ടിയെടുത്ത് അച്ഛന്റെ പഴയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൂട്ടു തുറന്നു. അകത്ത് ഒരു കറുത്ത ഡയറിയും കുറച്ച് പഴയ കത്തുകളും ഒരു ചെറിയ വെള്ളി ലോക്കറ്റുമുണ്ടായിരുന്നു. ലോക്കറ്റിൽ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ യുവത്വത്തിലെ ചിത്രം, ഒരു അപരിചിത പുരുഷനോടൊപ്പം. മീനുവിന് ആശ്ചര്യം തോന്നി. മുത്തശ്ശി ഒരിക്കലും ഈ മനുഷ്യനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അവൾ ഡയറി തുറന്നു. മുത്തശ്ശിയുടെ കൈയക്ഷരത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ എഴുതിയിരുന്നു. മുത്തശ്ശി യുവത്വത്തിൽ ഒരു ചിത്രകാരനായിരുന്നു. പക്ഷേ അവളുടെ കുടുംബം അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. അവൾ സ്നേഹിച്ച മനുഷ്യൻ, ഫോട്ടോയിലെ പുരുഷൻ, ഒരു സഞ്ചാരിയായ കലാകാരനായിരുന്നു. പക്ഷേ അവർക്കൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി എഴുതിയിരുന്നു, "എന്റെ സ്വപ്നങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു, പക്ഷേ എന്റെ ഹൃദയം എപ്പോഴും ചിത്രങ്ങളിൽ ജീവിക്കുന്നു." കത്തുകളിൽ മുത്തശ്ശി തന്റെ സുഹൃത്തിന് എഴുതിയിരുന്നു തന്റെ ഒരു രഹസ്യചിത്രം, വിലപിടിപ്പുള്ള ഒരു കലാസൃഷ്ടി വീടിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ച്. മീനുവിന്റെ ഹൃദയം തുടിച്ചു. ഇത് മിന്നി കണ്ടെത്താൻ ശ്രമിച്ചതാണോ? അവൾ ഡയറിയിൽ ഒരു സൂചന കണ്ടു. "അരയാലിന്റെ തണലിൽ എന്റെ ഹൃദയം വിശ്രമിക്കുന്നു." മീനു മുറ്റത്തേക്ക് ഓട്ടി. മിന്നി അവളെ പിന്തുടർന്നു. അരയാൽ മരത്തിന്റെ വേര് പരിശോധിച്ചപ്പോൾ മണ്ണിനടിയിൽ മറ്റൊരു പെട്ടി കണ്ടു. തുണിയിൽ പൊതിഞ്ഞ മനോഹരമായ ഒരു ചിത്രമുണ്ടായിരുന്നു. നിറങ്ങൾ നിറഞ്ഞ മുത്തശ്ശിയുടെ യുവത്വത്തിന്റെ പ്രതിഫലനം, അവൾ സ്നേഹിച്ച പുരുഷന്റെ കലയോട് ചേർന്ന്. മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശി തന്റെ സ്വപ്നങ്ങൾ ഒളിപ്പിച്ചിരുന്നു. പക്ഷേ മിന്നിയിലൂടെ അവൾ മീനുവിന് ആ സത്യം കൈമാറി. മീനു ചിത്രവും ഡയറിയും അച്ഛനും അമ്മയ്ക്കും കാണിച്ചു. അവർ ഞെട്ടിപ്പോയി. മുത്തശ്ശിയുടെ കലാജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. "നിന്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, നിന്റെ ഹൃദയം പിന്തുടരണമെന്ന്," അമ്മ പറഞ്ഞു, കണ്ണീര് നിറഞ്ഞ്. അവർ ആ ചിത്രം ഒരു പ്രാദേശിക കലാഗാലറിയിൽ പ്രദർശിപ്പിച്ചു. അത് വലിയ പ്രശംസ നേടി. ചിത്രത്തിന്റെ വിൽപ്പനയിൽ നിന്ന് ലഭിച്ച പണം മീനു ഒരു കലാ സ്കോളർഷിപ്പിന് ഉപയോഗിച്ചു. കാരണം അവൾക്കും ചിത്രകലയോട് താൽപ്പര്യമുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശിയെപ്പോലെ അത് മറച്ചുവെച്ചിരുന്നു. മിന്നി ആ കണ്ടെത്തലിന് ശേഷം കൂടുതൽ സന്തോഷവതിയായി തോന്നി. മീനു രാത്രിയിൽ മിന്നിയെ മടിയിൽ വെച്ച്, "നീ എന്റെ മുത്തശ്ശിയുടെ സന്ദേശവാഹകിയാണ് അല്ലേ?" എന്നു പറയും. മിന്നി മുരളി. അവളുടെ പച്ച കണ്ണുകൾ തിളങ്ങി. മീനുവിന്റെ ജീവിതം മാറി. അവൾ സ്കൂളിൽ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളായി. അച്ഛനോടും അമ്മയോടും അടുത്തു. തന്റെ കലയിലൂടെ മുത്തശ്ശിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റി. മിന്നി എപ്പോഴും അവളുടെ അരികിൽ
അരയാൽ മരത്തിന്റെ തണലിൽ ഒരു രഹസ്യം കാത്തുസൂക്ഷിച്ച് മീനുവിന്റെ ഹൃദയത്തിന്റെ താളം പങ്കിട്ടു.